ഹാൻഡിൽ ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് വേസ്റ്റ് മാനേജ്മെന്റ്? ഒരു ഹെൽത്തി എൻവയോൺമെന്റിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും വേസ്റ്റ് മാനേജ്മെന്റ് അനിവാര്യമാണ്. ഒരു ബെറ്റർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും കാലാവസ്ഥാ വ്യതിയാനം തടയാനും സഹായിക്കും. രോഗങ്ങൾ പടരുന്നത് തടയാനും മണ്ണ്, വായു, ജലം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെ കേടുകൂടാതെ സംരക്ഷിക്കാനും സാധിക്കും. ഇലുമിനാറ്റി ലീജിയൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ദ ബെറ്റർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. പരിസ്ഥിതി സംരക്ഷണം. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കപ്പെടുന്നത് മണ്ണ്, ജലം, വായു എന്നിവ മലിനമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. മനുഷ്യാരോഗ്യ സംരക്ഷണം. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാത്തപ്പോൾ പരിതസ്ഥിതിയിൽ രോഗാണുക്കളും വിഷാംശങ്ങളും പടരുന്നു. മാലിന്യ പ്രോസസ്സിംഗ് രോഗവ്യാപനം തടയുകയും ശുചിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം. പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും വിഭവ സംരക്ഷണത്തിനും ഇത് സഹായകമാണ്. പൊതുശുചിത്വവും സമൂഹത്തിന്റെ ഗുണനിലവാരവും. ശുചിത്വമുള്ള ജീവിതം ജീവിക്കുന്നതിന് മാലിന്യ നിയന്ത്രണം ഒരു അടിസ്ഥാന ഘടകമാണ്. കൃഷിയും വ്യവസായിക മേഖലയുമൊക്കെയുള്ള പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ഹൗ വേസ്റ്റ് മാനേജ്മെന്റ് മേക്ക് ഇമ്പാക്ട് ഓൺ എയർ, വാട്ടർ ആൻഡ് സോയിൽ. വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് വായുവിനെയും ജലത്തെയും മണ്ണിനെയും ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. എയർ. ഇമ്പാക്ട് ഓൺ എയർ. പ്രധാനമായും വായു മലിനമാകുന്നത് ഫാക്ടറികൾ പുറന്തള്ളുന്ന ടോക്സിക് വാതകങ്ങളിലൂടെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ തുടങ്ങിയ വിഷവാതകങ്ങളെ ഫാക്ടറികൾ തന്നെ ഫിൽട്ടർ ചെയ്ത് പുറത്തുവിട്ടാൽ അത് വായു മലിനീകരണം കുറയ്ക്കുന്നു. ടോക്സിക് ഗ്യാസിനെ മാനേജ് ചെയ്യുന്നത് വഴി ആസിഡ് റൈൻ പോലുള്ള പ്രതിഭാസങ്ങളെ തടയുവാനാവും. മാലിന്യം ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലും പുറത്തള്ളാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് പുഴകളും മറ്റ് ജലാശയങ്ങളും. ഫാക്ടറികളും ഇൻഡസ്ട്രികളും പ്രധാനമായി അതുകൊണ്ട് തന്നെ നദിയോരങ്ങളിലും കായൽ അരികളിലുമൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് പുഴയെ ആശ്രയിക്കുന്ന മനുഷ്യരെയും അതുപോലെ തന്നെ ജലജീവികളെയും ഒരുപോലെ ബാധിക്കുന്നു. ഈ അടുത്തായി ഗംഗാപ്പുഴയിൽ വിഷാംശം പൊങ്ങിയതായി വാർത്തയായിരുന്നു. മികച്ച വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ഇല്ലാത്തതാണ് ഇതിന് കാരണം. ഇമ്പാക്ട് ഓൺ സോയിൽ. ഫാക്ടറികളിലും അതുപോലെ വീടുകളിലും ഉത്പാദിപ്പിക്കപ്പെടുന്ന സോളിഡ് ആയിട്ടുള്ള മാലിന്യങ്ങളെ പൊതുവെ മണ്ണിലേക്ക് വലിച്ചെറിയാറാണ് പതിവ്. ഇത് മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കും. റീസൈക്ലിംഗ് പോലുള്ള മാലിന്യ നിർമ്മാർജ്ജനം ഒരു പരിധിവരെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. മണ്ണിൽ വേസ്റ്റ് തള്ളുന്നത് മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. കൃഷിയെയും ഇത് ആഘാതമേൽപ്പിക്കും. ഒരു ബെറ്റർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് ഓരോ ഫാക്ടറിയിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നോക്കാം. ഒന്നാമതായിട്ട് ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഓരോ വേസ്റ്റ് വാട്ടറിനെയും നമ്മൾ നേരിട്ട് പുഴകളിലേക്ക് തള്ളാതെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റും. ഈ ഒരു കണ്ടെയ്നറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിലുള്ള ഓരോ പാർട്ടിക്കിൾസും മെൽറ്റ് ആവാൻ തുടങ്ങും. ഈ മെൽറ്റായ പാർട്ടിക്കിൾസ് അതിന്റെ ഡെൻസിറ്റി അനുസരിച്ച് മുകളിലും താഴെയായി നിൽക്കും. മുകളിലുള്ള പാർട്ടിക്കിൾസിനെ നേരിട്ട്, അതായത് അത് സോളിഡ് ആയിരിക്കും, മെൽറ്റ് ആവാത്ത പാർട്ടിക്കിൾസ് ആയിരിക്കും. ഈ ഒരു പാർട്ടിക്കിൾസിനെ നേരിട്ട് നമുക്ക് റീസൈക്ലിങ്ങിന് വിധേയമാക്കാൻ പറ്റും. ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള പാർട്ടിനെ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റും. ഈ ഒരു കണ്ടെയ്നറിൽ നിന്നും തണുത്ത ശേഷം അതിനെ കെമിക്കൽ റിയാക്ഷൻസിന് വേണ്ടി ഇടയാക്കും. ഈ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ബാക്ടീരിയകളെ വെച്ചാണ് നടത്തുന്നത്. ഈ ഒരു ബാക്ടീരിയകളുടെ ഈ ഒരു വേസ്റ്റ് വാട്ടറിൽ ഉണ്ടാകുന്ന ഓരോ പാർട്ടിക്കിൾസിനെയും വിഘടിപ്പിക്കും. ഈ വിഘടിപ്പിച്ച ശേഷം ഈ ഒരു കെമിക്കൽ റിയാക്ഷന് പറയുന്ന പേരാണ് എയറേഷൻ. എയറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മലിനജലത്തിലേക്ക് വായുവിനെ കടത്തിവിടും. ഈ ഒരു വായു അതിലെ ബാക്ടീരിയകളെയും അതുപോലെ തന്നെ ജൈവ ഘടകങ്ങളെയും രണ്ടും രണ്ടാക്കി തിരിക്കും. ഇങ്ങനെ ബാക്ടീരിയകൾക്ക് അവിടെ കൂടുതൽ കാലം പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ ബാക്ടീരിയകളുടെ പാർട്ടിക്കിൾസ് സ്ലറി അല്ലെങ്കിൽ സ്ലഡ്ജ് ആയി മാറും. ഈ ഒരു സ്ലറിയെയും സ്ലഡ്ജിനെയും നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെയും അതുപോലെ തന്നെ അവസാനത്തെയും ഫേസ് ആണ് ഫിൽട്രേഷൻ. ഫിൽറ്ററേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സ്ലറിയും സ്ലഡ്ജും നീക്കം ചെയ്ത വെള്ളത്തിനെ ഫിൽറ്ററേഷൻ പ്ലാന്റിലേക്ക് കടത്തിവിടും. ഈ ഒരു ഫിൽറ്ററേഷൻ പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നേരിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിലെത്തുന്ന വെള്ളം ചൂടാവും. ചൂടായ ശേഷമാണ് ഇതിൽ ഫിൽറ്ററേഷൻ നടക്കുന്നത്. ഫിൽറ്ററേഷൻ നടന്ന വെള്ളത്തിനെ കൂളറിലേക്ക് മാറ്റും. ഈ ഒരു കൂളറിൽ നിന്നും നേരിട്ടാണ് വെള്ളത്തെ നമ്മൾ ജലാശയങ്ങളിലേക്കോ അതോ പുഴകളിലേക്കോ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബാക്ടീരിയകളോ ഫംഗസുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പൂർണ്ണമായും ശുദ്ധമായ വെള്ളമായിരിക്കും പുഴകളിലേക്ക് തള്ളുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ്
ഈ ഫാക്ടറിയിലെ മലിനജലം ചുമ്മാ റിവറിലേക്ക് ഒഴുക്കിവിടുന്നു. അതുമൂലം പലർക്കും പല അസുഖങ്ങൾ വരുന്നു. കാരണം ഈ റിവർ പുഴേനെയൊക്കെ ആശ്രയിച്ച് കുറേ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പല വിധത്തിലുള്ള അസുഖങ്ങൾ ഇതുമൂലം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഇതാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ളതാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലെന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പൈപ്പ് വഴി ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് എത്തിക്കുന്നു. ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് അത് സ്ക്രീനിങ് സ്റ്റേജിലേക്ക് പോകുന്നു. സ്ക്രീനിങ് സ്റ്റേജിൽ നിന്ന് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് വെച്ച് സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും രണ്ടും തമ്മിൽ വേർതിരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് അത് ഇനി പൈപ്പ് വഴി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിൽ എയറേഷനാണ് നടക്കുന്നത്. എയറേഷൻ പ്രോസസ്സ് നടക്കുന്നു. എയറേഷൻ പ്രോസസ്സിലൂടെ സ്ലഡ്ജ് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അത് പൈപ്പിലൂടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു. ഫൈനൽ സ്റ്റേജിൽ വാട്ടർ ഫിൽട്ടർ ചെയ്ത് ശുദ്ധജലം ആയിട്ട് അത് നമ്മൾ റിവറിലേക്ക് ഒഴുക്കി വിടുന്നു. അപ്പോൾ ഇതുമൂലം ഈ പുഴയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ കുടുംബങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരാതെ അവർക്ക് നല്ല ശുദ്ധമായ ജലം കുടിക്കാനായിട്ട് സാധിക്കുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. ഫാക്ടറികളായാലും വീടുകളായാലും വേസ്റ്റിനെ സോഴ്സിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് മലിനീകരണത്തെ തടഞ്ഞു നിർത്തും. വേസ്റ്റ് എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ കൂടി മികച്ച രീതിയിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വേസ്റ്റ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനേ സാധിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് നമ്മൾ തന്നെ ഒഴിവാക്കാൻ മുന്നിട്ടിറങ്ങണം.